നമ്മൾ മറന്നു പോകുന്നടോ, പലതും നമ്മൾ മറന്നു പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടാ പഠിക്കുന്നില്ല. ഇന്നലെ വയനാടായിരുന്നു വാഴ്. ഇന്ന് രാവിലെ പടച്ചവനെ ഉച്ച സമയമായപ്പോ എന്നോട് പറഞ്ഞ ഉസ്താദേ, ഇവിടെ അടുത്താണ് ദുരന്തമുണ്ടായത്, ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെ പരിസരത്താണ്, ഒന്ന് പോയി കാണാം ഉസ്താദ്. എന്റെ പ്രിയ സുഹൃത്ത് ഷഹീർ ബദരി എന്നെ വിളിച്ചുകൊണ്ട് പോയി. സഹോദരാ, ആദ്യമായിട്ട് കടന്നു ചെന്നതൊരു ഖബർസ്ഥാനിലാണ്. ഒരു ഖബർസ്ഥാൻ കണ്ട സഹോദരാ, മീസാൻ കല്ലുകൾ വെച്ചിട്ടുണ്ട്. സാധാരണ മീസാൻ കല്ലുകളിൽ മുസ്ലിമീങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. എന്നാ പടച്ചവനെ ഇങ്ങനെ ഖബറുകൾ നിരക്കി വെച്ചിരിക്കുന്നു. മീസാൻ കല്ലിൽ നോക്കുമ്പോ മുസ്ലിമീങ്ങളുടെ പേരുണ്ട്, അമുസ്ലിമീങ്ങളുടെ പേരുണ്ട്. അല്ലാഹുവേ, പിന്നെ ചില ഖബറുകളിൽ പേരില്ല. കാരണം DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരാ കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കി. ചെറുപ്പക്കാരാ, ആ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നടന്നു നോക്കുമ്പോ അതാ വെച്ചിരിക്കുന്ന ഒരു മീസാൻ കല്ല് വലുപ്പം കൂടിയതാണ്. ഒരു മീസാൻ കല്ലിന് വല്ലാത്ത വലുപ്പം കൂടുതല്. പടച്ചറപ്പേ, ഞാൻ അതിന്റെ മുമ്പിലേക്ക് ചെന്ന് നോക്കുമ്പോ ആ മീസാൻ കല്ലില് മൂന്ന് കുട്ടികളുടെ ഫോട്ടോ വെച്ചിരിക്കുകയാ. ഒരു കുടുംബത്തിലെ 3 മക്കൾ, ഒരു കുടുംബത്തിലെ ഒരമ്മയുടെ 3 മക്കൾ. ആ 3 കുട്ടികളുടെയും ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിലാണെങ്കിൽ ഡയറി മിൽക്ക് എന്ന് പറയുന്ന 3 മുട്ടായി ആ മക്കളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 3 മക്കൾ. പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വന്നു. എന്റെ സിനാനിനെയും എന്റെ നഈമിനെയും എന്റെ നുഅ്മാനിനെയും എനിക്ക് ഓർമ്മ വന്നു. 3 ചെറിയ മക്കൾ കളിച്ച് ചിരിച്ച് നടന്നവരാണ്. തൊട്ടടുത്തവരുടെ അമ്മയുടെ ഖബർ. സഹോദര, അല്ലാഹ് ചെയ്ത നിഅമത്ത് എന്തെന്നറിയോ? അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാ ശരീരഭാഗങ്ങൾ കിട്ടിയപ്പോ കൊണ്ടുവന്നൊരു ഖബറിനകത്ത് ഇങ്ങനെ അടക്കുകയാണ്. ആ കുട്ടികളുടെ ആ 3 പേരുടെയും ശരീരഭാഗം ഒരു ഖബറിനകത്താണ് കിട്ടിയത്. പടച്ചവനെ, തൊട്ടടുത്തവരുടെ അമ്മയുടെ ഖബർ. സഹോദര, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ഉസ്താദേ, ഇനിയും ഒരുപാട് ജനാസ കിട്ടാനുണ്ട്. അവസാനം ദുരന്തം നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണോ. വലിയ വലിയ പാറകൾ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അമ്പലങ്ങൾ തകർന്നിട്ടുണ്ട്, പള്ളികൾ തകർന്നിട്ടുണ്ട്. ഓരോ മനുഷ്യനും കെട്ടിപ്പൊട്ടിയ വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാ. ഒറ്റ രാത്രി കൊണ്ടെല്ലാം തീർന്നില്ലേ? ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഉണ്ടായിരുന്നവർ പടച്ചവനെ ഒന്നുമില്ലാതെ വാടക വീടിനകത്ത് പോയി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നില്ലേ? ഉടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടു പോയവരില്ലേ? അല്ലാഹുവേ, മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു വഴി തുറന്നു കൊടുക്കണേ പടച്ചവനെ. നീ കരുണ കാണിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കല്ല ചെയ്ത നിഅമത്ത് ചിന്തിക്കാത്തതെന്താ? നിങ്ങളുടെ പരിസരത്തല്ലേ അവിടത്തെ ജനാസകളെ പോലും ഒഴുകി വന്നത്? നിങ്ങളുടെ പരിസരത്തല്ലേ? ഞാൻ ചോദിച്ചു, എന്നും എഴുതിയിരിക്കുന്നത് എന്താ? അവര് പറഞ്ഞു, ഉസ്താദേ, നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ജനാസയാണ് എന്നെന്ന് എഴുതി വച്ചിരിക്കുന്നത്. സഹോദരാ, ഇതൊക്കെ നമ്മൾ കണ്ടവരാണ്. പക്ഷേ നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നില്ലടോ. അല്ലാഹു ചെയ്ത നിഅമത്തുകളെ മറന്നു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ ഉസ്താദന്മാർ ഇങ്ങനെ ഒരു പരിപാടി വെച്ചിരിക്കുന്നത് പടച്ചവരെ പാപങ്ങൾക്ക് വേണ്ടിയാണോ? ആരാരുമില്ലാത്തവർക്കൊരു താങ്ങാകാനാണ്. ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് ചിന്തിക്ക്. ഈ പിരിവെടുക്കുന്ന ഇവർക്കല്ലടോ, ഇവരുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട ഉസ്താദന്മാരില്ലേ? രോഗികളായി കിടക്കുന്നവരില്ലേ? വാടക വീട്ടിൽ കിടക്കുന്നവരില്ലേ? പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തവരില്ലേ? ആ പാവങ്ങൾക്കൊരു സഹായത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരികയാ. സഹോദരാ, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കള് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്.
എന്റെ രോഗങ്ങൾ കരിച്ചു കളയണേ അല്ലാ. കാരണം നബിതങ്ങൾ പറഞ്ഞിടൂ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവർക്ക് രോഗം വന്നാ അവര് സദഖ കൊടുക്കുമടോ. അതുകൊണ്ടാണ് ക്യാൻസറിന്റെ ടെസ്റ്റിന് പറയുമ്പോ പടച്ചവനെ സർജറിക്ക് കൊണ്ടുപോകുമ്പോ നമ്മൾ സദഖ കൊടുക്കുന്നത് എന്തിനാണ്? എന്തിനാ സഹോദരാ സദഖ കൊടുക്കുന്നത്? ഉസ്താദേ എന്റെ വാപ്പ ഐസിയുവിലാണ്, ദുആ ചെയ്യണേ ഉസ്താദേ, ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്, റിസൾട്ട് വരുമ്പോ അല്ലാഹ് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കല്ലോ ഉസ്താദ്. ഞാനിതാ പള്ളിക്ക് തരികയാ, പാവങ്ങൾക്ക് തരികയാ, സ്ഥാപനങ്ങൾക്ക് തരികയാ. സദഖ കൊടുത്താൽ രോഗങ്ങൾ മാറുമടോ, രോഗങ്ങൾ മാറുമടോ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന് നമുക്കറിയില്ല. പടച്ചവനെ നബിതങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക്. അല്ലാഹുവേ എനിക്ക് ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, സ്ട്രോക്ക് തരല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ അല്ലാ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ, മക്കളെ പോലെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ കടത്തിക്കളയല്ലേ അല്ലാ.